കഴിഞ്ഞ ഒരാഴ്ച അമ്മ ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അമ്മയെ കൊണ്ട് അമ്പലമുക്കിൽ വിട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരാഴ്ചത്തെ ചെറിയ ചെറിയ ക്ലിപ്സാണ് ഇത്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. വെൽക്കം ടു മൈ ചാനൽ. മൈലുവും മിലിയും ഗ്രൂം ചെയ്തിട്ട് ഏകദേശം ഒരു 1.5 മാസമായിട്ടുണ്ട്. അപ്പോൾ അനൂപ് ഇന്ന് ഈ 2 പയ്യന്മാരെയും വിളിച്ചിരിക്കുകയാണ്, രണ്ടുപേരെയും ഒന്ന് ഗ്രൂം ചെയ്യാനായിട്ട്. അവളെ കുളിപ്പിച്ച് നിർത്തിയതാണ്. പയ്യനൊന്ന് ലീഷ് എടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും അവൾ പിന്നെയും മണ്ണിലേക്ക് ഇറങ്ങി ഓടി. കുളിപ്പിച്ച് നല്ല സുന്ദരിയായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് മൈലോയുടെ കുളി കഴിഞ്ഞിട്ട് മൈലോയും വന്നു. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ രണ്ടുപേരും കുറച്ച് സമയം കൊഞ്ചാനായിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കാറുണ്ട്. പാറ്റിയോയിലാണ് മിക്കവാറും വന്നിരിക്കുന്നത്. അന്നത്തെ ദിവസം തന്നെ അനിമാമനും അമ്മായിയും കൂടെ ട്രിവാൻഡ്രത്ത് പോവുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് എന്തോ കൊണ്ട് തന്ന ചക്കയാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്നത്തെ ദിവസം രാത്രിയായപ്പോൾ ഞാനും അനൂപും ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി. രാവിലെ തൊട്ടേ വീട്ടിലിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് അമ്മയും കൂടെ ഇല്ലാതിരിക്കുമ്പോൾ ആരും സംസാരിക്കാനും ഇല്ല. അനൂപ് ഓഫീസ് ജോലിയിൽ തിരക്കിലായിരിക്കും. അപ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചെറിയൊരു മടുപ്പ് തോന്നും. അങ്ങനെയാണ് പുറത്തിറങ്ങാം എന്നുള്ള ഐഡിയ വരുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് ഒരു 8 മണി കഴിയുമ്പോൾ എവിടെയെങ്കിലും പോകാൻ തോന്നും. അങ്ങനെ ഇരിക്കുമ്പോൾ അനൂപിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അനൂപ് പറയും ഒരു മൂവിക്ക് പോകണം. അങ്ങനെ ഇന്ന് ഒരു മൂവി ബുക്ക് ചെയ്തിട്ടുണ്ട്, ജയറാമിൻ്റെ ആശകൾ 1000 എന്ന് പറഞ്ഞിട്ട്. അത് 6 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂവിക്ക് ബുക്ക് ചെയ്യാൻ തന്നെ തുടങ്ങുള്ളൂ. 9:30 ഷോയ്ക്കാണ് പോകുന്നത്. മൂവിയൊക്കെ കണ്ട് തിരിച്ചെത്തി. ഇത് പിറ്റേ ദിവസമാണ്. നല്ലൊരു മൂവി, ഓക്കെ മൂവി, വണ്ടർഫുൾ എന്നൊന്നും പറയാനില്ല, ഓക്കെ മൂവി. ഇത് പിറ്റേ ദിവസമാണ്. വൈകുന്നേരമായപ്പോൾ അനൂപിൻ്റെ ജോലി ഏകദേശം തീരാറായി. ആ സമയത്ത് ഞാൻ അനൂപിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് താഴേക്ക് ഇറങ്ങി താഴെയുള്ള ഞാൻ നട്ടിട്ടുള്ള ഫ്രൂട്ട് ട്രീസിനൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാൻ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. എനിക്ക് പേടിയാണ്, പാമ്പിനെ പേടിയാണല്ലോ. അപ്പോൾ അനൂപും കൂടെ എൻ്റെ കൂടെ വന്നു. ഇത് അച്ഛൻ നട്ട ഒരു മാവാണ്. അത് ഈ വർഷമാണ് കായ്ക്കുന്നത്. അച്ഛനത് കായ്ക്കുന്ന കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇപ്പോഴാണത് കായ്ച്ചത്. ഇതിൽ മാങ്ങ നിൽക്കുന്ന കണ്ടിപ്പോൾ അമ്മ പറയുമായിരുന്നു, കഴിഞ്ഞ ആഴ്ച അമ്മ വന്നപ്പോൾ അമ്മ പറയുമായിരുന്നു അച്ഛൻ ഇത് ഒരുപാട് വർഷമായി ഇത് നട്ടിട്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം വെള്ളനാട് വരുമ്പോൾ അച്ഛൻ വന്ന് നോക്കുമായിരുന്നു, ഇത് പൂത്തിട്ടുണ്ടോ, ഇത് കായ്ച്ചിട്ടുണ്ടോ എന്നൊക്കെ വന്ന് നോക്കുമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും അച്ഛൻ അത് കാണിച്ചു കൊടുത്തില്ല. ഇപ്പോഴാണ് ആ മാവൊന്ന് കായ്ച്ചത്. ഇതൊക്കെ ഞാൻ ഇവിടെ വീട് വച്ചുകൊണ്ടിരുന്ന സമയത്ത് കുഴിപ്പള്ളം എന്ന് പറഞ്ഞ ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോയി ഞാൻ മേടിച്ചുകൊണ്ട് വന്ന് നട്ട പേര, പ്ലാവൊക്കെയാണ്. എനിക്ക് പേരയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ 2 പേരയ്ക്കയും മാവ് 2 തൈ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു. മാവ് 2 അല്ല, മാവ് 4 തൈ നട്ടിട്ടുണ്ടായിരുന്നു. പ്ലാവിൻ്റെ 2 തൈയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരയ്ക്ക ചുമന്നതാണ്, അകത്ത് ചുമന്ന ഇതിലുള്ള പേരയ്ക്കയാണ്, ചുമന്ന കളറിലുള്ള പേരയ്ക്കയാണ്. ഞാൻ നട്ട മാവ് പൂത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം അത് പൂത്തായിരുന്നു, പക്ഷേ അതെല്ലാം കൊഴിഞ്ഞു പോയി. ഇപ്രാവശ്യം അത് പൂത്തിട്ടുണ്ട്. അതിനി അറിയില്ല എന്താവുമെന്ന്. ഞാൻ വെള്ളം ഒഴിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയെങ്കിലും ആദ്യത്തെ ഒരു 2 തൈക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ബാക്കി ഞാൻ നൈസായിട്ട് അനൂപിനങ്ങ് കൊടുത്തു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ കാർ പോർച്ചിൻ്റെ ഏരിയ ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ഇടാൻ പോവുകയാണെന്ന്. അപ്പോൾ അതിൻ്റെ ഇൻ്റർലോക്കിൻ്റെ ടൈൽസ് അവർ രാത്രിയാണ് കൊണ്ടുവന്നത്. രാത്രി ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് അവർ ടൈൽസ് കൊണ്ടുവന്നത്.
അവിടെ ഇടാനുള്ള പകുതി ടൈൽസ് ഇറക്കി വെച്ചിട്ട് അവർ അന്നത്തെ ദിവസം പോയി. 9:30 ആയപ്പോൾ അവർ തിരിച്ചു പോയി. പിറ്റേ ദിവസം ഓൾ ഇന്ത്യ ഹർത്താലായിരുന്നല്ലോ, അതുകൊണ്ട് പിറ്റേ ദിവസം അവർ കൊണ്ടുവരില്ല, അതിൻ്റെ പിറ്റേ ദിവസം കൊണ്ടുവരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ അനൂപിൻ്റെ ജോലി ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്ന് അമ്മയുടെ അടുത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇത് അരുവിക്കര ഡാമിൻ്റെ ആ സൈഡാണ്. എനിക്ക് തോന്നുന്നു അവിടുത്തെ റോഡ് എക്സ്പാൻഷനുള്ള പ്രോഗ്രാം ആണെന്നാണ് തോന്നുന്നത്. അവിടെ ചിലയിടത്തൊക്കെ റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഇടത്ത് മരമൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോഡ് എക്സ്പാൻഷനുള്ള പ്രോഗ്രാം ആണെന്നാണ് തോന്നുന്നത്. അതിന് പിറ്റേ ദിവസം ആയപ്പോഴേക്കും അവിടുത്തെ റോഡ് ബ്ലോക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകിട്ട് ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അമ്മയുടെ അടുത്തെത്തി. നെക്സോണിലെ പൊടിയുണ്ട്, അതിനപ്പുറത്തെ അപ്പാർട്ട്മെൻറ്റിലെ പണി നടക്കുന്നതിൻ്റെ പൊടിയെല്ലാം നെക്സോണിലാണ് വന്ന് പതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം അമ്മയുടെ അടുത്തിരുന്നു. അപ്പോൾ അനൂപ് പറഞ്ഞു നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം, ടാബ്ലറ്റ് എന്തോ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം അത് മേടിച്ചു. പിന്നെ ചായക്ക് കടിയായിട്ട് കുറച്ച് മുളക് ബജിയും വടയും ഒക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അമ്മയുടെ അടുത്ത് പറഞ്ഞിരുന്നു ചായ ഉണ്ടാക്കി വയ്ക്കാൻ. അങ്ങനെ അമ്മയുടെ അടുത്ത് ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞ് കുറച്ച് നേരം അമ്മയുടെ അടുത്ത് സ്പെൻഡ് ചെയ്ത് അന്ന് തന്നെ ഞങ്ങൾ വെള്ളനാടേക്ക് തിരിച്ചു പോയി. ഇത് നെക്സ്റ്റ് ഡേ പിന്നെയും അവർ ബാക്കി ഇൻ്റർലോക്കിൻ്റെ ബാക്കി ടൈൽസ് കൊണ്ടുവരുന്നതാണ്. ഇത്രയും ഇറക്കിയിട്ടും പണി തുടങ്ങിയ സമയത്ത് പിന്നെയും ഒരു 200 പീസസ് പിന്നെയും വേണ്ടി വന്നു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ പണിക്കാരൊക്കെ എത്തി. ഇന്ന് തൊട്ട് ഈ ദിവസം തൊട്ട് ടൈൽസ് അവർ ഇട്ട് തുടങ്ങുകയാണ്. ഈ ദിവസം തന്നെ അവർ തീർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഇടുന്നതിന് മുന്നേ ലെവൽ ചെയ്തു. ഞങ്ങൾ ഏത് പാറ്റേൺ വേണം എന്നൊക്കെ കാണിച്ചു. അപ്പോൾ ഈ 2 പാറ്റേൺ ആണ് പറഞ്ഞിരുന്നത്. ഞാൻ ആ മേളിലിരിക്കുന്ന ആ പാറ്റേൺ ആണ് പറഞ്ഞത്. പക്ഷെ അമ്മ പറഞ്ഞത് താഴത്തെ പാറ്റേൺ ആണ്. അവർ പറഞ്ഞു അമ്മ പറഞ്ഞ പാറ്റേൺ ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞു. പിന്നെ അത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ പണിക്കാരും പറഞ്ഞിരുന്നു ഗ്രിപ്പ് കൂടുതൽ കിട്ടുന്നത് ആ പാറ്റേൺ ആണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് തന്നെയാണ് ഇടാൻ തീരുമാനിച്ചത്. ഇത് ലെവൽ ചെയ്യുന്നതാണ്, ഈ മെഷീൻ വെച്ചിട്ട് അവിടെ ഞങ്ങളുടെ ആ മണ്ണ് ഭാഗം ഒന്ന് ലെവൽ ചെയ്യുന്നതാണ്. ഇത് അവർ ചെയ്യുന്നത് ഒരു സാറ്റർഡേ ആണ്. അപ്പോൾ എനിക്ക് അന്ന് ഞാൻ വിചാരിച്ചു ഞാനന്ന് അമ്മയുടെ അടുത്ത് പോയി നിൽക്കാം എന്ന് വിചാരിച്ചു. ഇത് അനൂപിന് ഞാൻ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കൊടുത്തതാണ്. എനിക്കൊന്നും തിരിച്ച് കിട്ടിയിട്ടില്ല. അനൂപിന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് 4 പെർഫ്യൂമും ഈ ഒരു ടേബിൾ ലാമ്പ് പോലത്തെ ഒരു. അപ്പോൾ അനൂപിന് ഇവിടുന്ന് പണിക്കാർ നിൽക്കുന്നതുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ശംഭുവും കുഞ്ഞമ്മയും എന്തായാലും ട്രിവാൻഡ്രത്ത് പോകുന്നുണ്ട്. കുഞ്ഞമ്മ US പോവുകയാണ് ലക്ഷ്മിയുടെ അടുത്തേക്ക്. അപ്പോൾ ചെറിയ ചെറിയ ഷോപ്പിങ്സ് ഒക്കെ ഉണ്ട് കുഞ്ഞമ്മയ്ക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അവരെന്തായാലും ട്രിവാൻഡ്രത്ത് പോവുകയാണ്. അപ്പോൾ അവരുടെ കൂടെ ഞാനും കൂടെ അമ്മയുടെ അടുത്തേക്ക് പോയി. ഞാൻ ഈ ദിവസം അമ്മയുടെ അടുത്ത് നിൽക്കുകയാണ്. അനൂപ് പിറ്റേ ദിവസമേ വരുള്ളൂ. ഇത് വൈകിട്ടായപ്പോൾ അനൂപ് ഒന്ന് അമ്പലത്തിലേക്ക് പോയി. ഞാൻ പറഞ്ഞിരുന്നല്ലോ അവിടെ ഒരു തിരുനെല്ലൂർ ശാല സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. പക്ഷേ വെള്ളനാട് പരിക്ക് അറിയുന്നത് ശിവൻ കോവിൽ നിന്നാണ്. അപ്പോൾ ശിവരാത്രിയുടെ ഭാഗമായിട്ടുള്ള ഉത്സവമൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും വെള്ളനാടില്ല. അനൂപ് ഒന്ന് പോയി തൊഴുതിട്ട് വന്നു. അനൂപ് എടുത്ത കുറച്ച് ക്ലിപ്സാണിത്. കുറച്ച് നേരം അനൂപ് അവിടെ ഇരുന്ന പാട്ടൊക്കെ കേട്ടിട്ടാണ് തിരിച്ചു വന്നത് വീട്ടിലേക്ക്. പിറ്റേ ദിവസം ഒരു 2:30-3 മണിയൊക്കെ ആയപ്പോഴാണ് അനൂപ് അമ്പലമുക്കിലേക്ക് വന്നത്. അനൂപ് രാവിലെ വെള്ളനാട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരം അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നെട്ടയത്ത് പോയിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ അനൂപ് എന്നെ വിളിക്കാനും കൂടി ആയിട്ടാണ് വന്നത്. വന്ന് കയറിയപ്പോഴും എന്നോട് പറഞ്ഞിരുന്നു, ഒന്നുകിൽ 7 മണിക്ക് മുന്നേ പോകണം, ഇല്ലെങ്കിൽ 10:30 മണിക്ക് ശേഷമേ പോകാൻ പറ്റുള്ളൂ എന്ന്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു ഡിന്നറൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അമ്മയുടെ അവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ച് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചൊക്കെ കണ്ട് ഇന്ത്യ ജയിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞങ്ങൾ അമ്പലമുക്കിൽ നിന്ന് വെള്ളനാട്ടേക്ക് തിരിച്ചത്. അങ്ങനെ 10:30 മണിക്ക് അമ്മയുടെ അടുത്ത് നിന്ന് ഇറങ്ങി ഞങ്ങൾ വെള്ളനാടേക്ക് എത്തി. അപ്പോൾ ഈ ആഴ്ചത്തെ എൻ്റെ ഒരു ചിന്ന വ്ളോഗ് ഇതായിരുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെയായാലും കമൻസ് വഴി എന്നെ ഒന്ന് അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരേക്കും അഡിയോസ് വിത്ത് ലവ്, അർച്ചന.